നമസ്കാരം. റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഫിഫ വേൾഡ് കപ്പിൽ ബ്രസീൽ പൊട്ടിപ്പുറത്തായി. കളി കഴിഞ്ഞ ഉടനെ ഉള്ള ഒരു ക്യുക്ക് റിവ്യൂ ആയിട്ടാണ് നമ്മൾ വരുന്നത്. വിശദമായിട്ടുള്ള അനാലിസിസ് ഒക്കെ നമ്മൾ റാഫ്റ്റ് ഓഫ് പോഡ്കാസ്റ്റിൽ ഷിയാബ് സാറേയും കൂട്ടി ചെയ്യും. ഇപ്പോൾ കളി കഴിഞ്ഞ ഉടനെ നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ അങ്ങ് പറഞ്ഞു പോവുകയാണ്. ഡീപ്പായിട്ടൊന്നുമില്ല. ഇത് ബ്രസീൽ ഇരന്ന് വാങ്ങിയ, ചോദിച്ചു വാങ്ങിയ തോൽവിയല്ലേ? ആദ്യ പകുതിയിലൊക്കെ എത്രമാത്രം അവസരങ്ങൾ ബ്രസീലിൽ ഉണ്ടാക്കിയെടുക്കാമായിരുന്നു. നോർവേ അത്രയൊന്നും ഒരു ടൈറ്റ് ആൻഡ് കോമ്പാക്റ്റ് ആയിട്ട് നിന്ന സമയങ്ങളൊന്നും ആയിരുന്നില്ല ആദ്യ പകുതി. പക്ഷേ വളരെ പൂവറായിട്ടുള്ളൊരു ഗെയിം പ്ലാന്, വളരെ പൂവറായിട്ടുള്ളൊരു പെർഫോമൻസ്, ഒരു തരത്തിലുള്ള ഇൻറ്റൻസിറ്റിയും കാണിച്ചില്ല. തോൽവി ഇരന്ന് വാങ്ങി. ലഭിച്ച പെനാൽറ്റി ബ്രൂണോ ഗുയിബേറസ് വളരെ പൂവറായിട്ടെടുത്ത് അത് നെയ്ലൻഡ് തടഞ്ഞിടുകയും ചെയ്തു. അവിടെയാണ് നെയ്മർ ജൂനിയർ ബ്രസീൽ മിസ് ചെയ്തത്. ആദ്യ പകുതിയിൽ തന്നെ നെയ്മർ ഉണ്ടായിരുന്നെങ്കിൽ കഥ മാറുമായിരുന്നു. ആ ആദ്യ പെനാൽറ്റി ഗോളാക്കി മാറ്റിയിരുന്നെങ്കിലും കഥ മാറുമായിരുന്നു. നെയ്മർ ഇല്ലെങ്കിൽ ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്ന പ്രധാന പ്രശ്നം ഈ സെറ്റ് പീസുകൾ എടുക്കാൻ ആളില്ല എന്നുള്ളതാണ്. നെയ്മർ വന്നതിന് ശേഷമാണ് കിട്ടിയ കോർണറുകൾ എന്തെങ്കിലുമൊക്കെ ഒരു രീതിയിലേക്ക് എത്തുന്നത്. കോർണർ എടുക്കാനും മര്യാദക്ക് ആളില്ല. പെനാൽറ്റിയുടെ അവസ്ഥ ഇതാണ്. അതും ടോപ്പ് സ്കോററായിട്ട് ടീമിലുള്ള വിനി ജൂനിയർ അവിടെ ഉണ്ട്, കുഞ്ഞ് അവിടെ ഉണ്ട്. എന്നിട്ടും ആഞ്ചലോട്ടി തിരഞ്ഞെടുത്തത് ബ്രൂണോ ഗുയിബാറസിനെ കൊണ്ടെടുപ്പിക്കാനാണ്. അൺഫോർച്ചുനേറ്റ്ലി അതൊന്നും ആയില്ല. അപ്പോൾ നെയ്മർ ആ ഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ബ്രസീലിന് ആരാധകർ ആഗ്രഹിച്ചു പോയതാണ്. നെയ്മർ ഉണ്ടായിരുന്നെങ്കിൽ കളി മാറുമായിരുന്നേനെ എന്ന് ചിന്തിക്കുന്നവരുണ്ട്. എന്തായാലും ഈ ബ്രസീലിൻ്റെ ആദ്യ 11-ൽ കുഞ്ഞ, ഗബ്രിയൽ മാർട്ടിനെല്ലി, വിനി ജൂനിയർ, റയാൻ ഇവരൊക്കെയാണ് മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ടിരുന്നത്. മറുഭാഗത്തോ ന്യൂസയും ഏർലിംഗ് ഹാലൻഡും സൊർലോത്തും ഒഡേഗാർഡും ഒക്കെ ചേർന്ന മികച്ചൊരു മുന്നേറ്റം തന്നെ അവർക്കുണ്ടായിരുന്നു. എന്നാൽ ശ്രദ്ധിക്കേണ്ട കാര്യം അവരുടെ ഡിഫൻസ് അത്ര മികച്ചൊന്നുമായിരുന്നില്ല. പക്ഷേ കൃത്യമായിട്ട് ഒരു വാണിംഗ് ബ്രസീലിന് തുടക്കത്തിൽ തന്നെ കൊടുത്തു. ബ്രസീലിൻ്റെ വലയിലേക്ക് പന്തെത്തിച്ചുകൊണ്ട്. പക്ഷേ അത് ഓഫ് സൈഡ് ആയതുകൊണ്ട് മാത്രം ബ്രസീൽ രക്ഷപ്പെട്ടു പോയതാണ്. പിന്നാലെ ബ്രസീലിന് മികച്ച രൂപത്തിൽ തിരിച്ചടിക്കാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ മാത്യൂസ് കുഞ്ഞയെ ഫൗൾ ചെയ്യപ്പെടുമ്പോൾ ഈ പറഞ്ഞ പോലെ കിട്ടിയ പെനാൽറ്റി ഗോളാക്കി മാറ്റാതെ പോയതോടെ ബ്രസീലിന് എല്ലാം പിഴക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ആദ്യ പകുതിയിൽ പിന്നീട് ഒരു ഇൻറ്റൻസിറ്റിയും ബ്രസീൽ കാണിക്കുന്നില്ല. മുന്നേറ്റത്തിൽ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. മറുഭാഗത്ത് നല്ല രൂപത്തിൽ പൊസഷൻ നോർവേക്കുണ്ടെങ്കിലും അവരും പ്രത്യേകിച്ച് ഗോൾ ഏരിയയിലേക്ക് വന്നുകൊണ്ട് നീക്കങ്ങൾ ഉണ്ടാക്കുന്നു. നമ്മൾ കണ്ട ഒരു ബോറിങ് ഫസ്റ്റ് ഹാഫ് ആയിരുന്നു. ബ്രസീലിന് എത്രയോ നല്ല രൂപത്തിൽ കളിക്കാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അൺടൈഡി ആയിട്ടുള്ളൊരു പെർഫോമൻസ്. അങ്ങനെ ആദ്യ പകുതി അവസാനിക്കുമ്പോൾ ബ്രസീൽ താരങ്ങളുടെ ഒരു പ്രകടനം നമ്മൾ വിലയിരുത്തുകയാണെങ്കിൽ, നമ്മൾ ഓരോരുത്തരെടുത്ത് പറയുകയാണെങ്കിൽ ഒരു സംശയവുമില്ല, വളരെ എംബാരസിങ് ആയിട്ടുള്ളൊരു പെർഫോമൻസാണ്. നോർവേ പോലൊരു ടീമിനോട് ബ്രസീൽ ഡിഫെൻഡ് ചെയ്ത് നിൽക്കുന്ന കാഴ്ച. പെനാൽറ്റി മിസ്, അതുകൂടാതെ ബ്രൂണോ ഗുയിബാറസ് വളരെ വളരെ മോശം പെർഫോമൻസാണ് ആദ്യ പകുതിയിൽ കാഴ്ചവെച്ചത്. ഗബ്രിയൽ മാർട്ടിനെല്ലിയാണ് കുറച്ചെങ്കിലും നല്ല രൂപത്തിൽ കളിച്ചു എന്ന് പറയാനുള്ളത്. റയാൻ ഡിഫെൻസീവ്ലി നന്നായിട്ട് കളിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഒഫെൻസീവ്ലി പ്രത്യേകിച്ചൊന്നും അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്നുണ്ടായിരുന്നില്ല. അതെന്തുകൊണ്ട് എന്നുള്ളത് അത്ഭുതകരമായിരുന്നു. ഗബ്രിയൽ മെഗലസും മാർക്കിഞ്ഞോസും ഡഗ്ലസ് സാൻഡോസും ആദ്യ പകുതിയിൽ സോളിഡായിട്ട് നിന്നതുകൊണ്ട് പണി കിട്ടിയില്ല. ഡാനിലോ വളരെ പൂറായിരുന്നു. എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ വീണ്ടും വീണ്ടും കോച്ച് കളിപ്പിച്ചുകൊണ്ടിരുന്നത് എന്ന ചോദ്യത്തിന് ഉത്തരമില്ല. അതേസമയം വിങ്ങുകളിലൂടെ നല്ല നീക്കങ്ങൾ ഉണ്ടാക്കണമായിരുന്നു. അതിന് ബ്രസീലിന് കഴിയാതെ പോകുന്നു. നെയ്മർ ജൂനിയർ നിർബന്ധമായിട്ടും ഇറങ്ങണം രണ്ടാം പകുതിയുടെ തുടക്കത്തിൽ എന്നൊരു ഫീലിംഗ് ആണ് ആദ്യ പകുതി അവസാനിക്കുമ്പോൾ ഉണ്ടായിരുന്നത്. എന്നാൽ രണ്ടാം പകുതിയിലേക്ക് കളി പോകുമ്പോൾ മാറ്റങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ച് മാറ്റങ്ങളിലേക്ക് പോയത് അവിടെ നമ്മൾ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് നോർവേയാണ്. ആരെയാ പിൻവലിക്കുന്നത്? ന്യൂസയെ, സൊർലോത്തിനെ പകരം ഷോൾഡ്രിപ്പിനെയും ഓസ്കാർ ബോബിനെയും ഇറക്കി. ബ്രസീൽ ആദ്യം മാറ്റം വരുത്തുന്ന 58-ാമത്തെ മിനിറ്റിൽ കുഞ്ഞയ്ക്ക് പകരം എൻട്രിക്കിനാണ്. എൻട്രിക്ക് വന്ന പാടെ ഒരു കിടിലൻ അവസരം, ഒരു സൂപ്പർ പാസ് കൊടുത്തിരുന്നു വിനി ജൂനിയർ. അത് പക്ഷേ ഫിനിഷ് ചെയ്യാൻ കഴിയാതെ പോയി. പിന്നാലെ റയേഴ്സിനെ പിൻവലിച്ചുകൊണ്ട് ഓർണസിനെ ഇറക്കി നോർവേ. കളി മുന്നോട്ട് പോകവേ 67-ാമത്തെ മിനിറ്റിൽ ബ്രസീലിന് ഗോൾ വേണം എന്നുള്ളത് കൊണ്ട് തന്നെ നെയ്മർ ഇറക്കാൻ കോച്ച് തയ്യാറായി. ഗബ്രിയൽ മാർട്ടിനെല്ലിയെ പിൻവലിച്ചു, റയാനെ പിൻവലിച്ചു. അങ്ങനെ നെയ്മറെയും ഡാനിലോ സാൻഡോസിനെയും കളിക്കളത്തിലേക്ക് വിട്ടു. പിന്നെയും കഴിഞ്ഞിട്ടാണ് നല്ല പെർഫോമൻസ് നടത്താതിരുന്നിട്ടും ഗുയിബാറസിനെ 80 മിനിറ്റ് വരെ കളിപ്പിച്ചു. അതിനുശേഷമാണ് എഡേഴ്സിനെ ഇറക്കുന്നത്. അപ്പോഴേക്കും പക്ഷേ ഗോള് വന്നു തുടങ്ങി. അതുവരെ കളിയിൽ ഏതാണ്ട് അപ്രത്യക്ഷനായിരുന്ന, പ്രത്യേകിച്ച് ഇൻവോൾവ്മെൻ്റ് ഒന്നും ഇല്ലാതെന്ന ഏർലിംഗ് ഹാലൻഡ് അങ്ങനെയാണ്. കിട്ടുന്ന അവസരങ്ങളിൽ അവൻ പന്ത് വലയിലേക്ക് എത്തിക്കും. അവനിലേക്ക് കൃത്യമായിട്ടുള്ളൊരു ക്രോസ് എത്തിക്കാൻ കഴിയുന്നു ഷൂൾട്രിപ്പിന്.
അത് മനോഹരമായിട്ട് ഹെഡ് ചെയ്ത് വലയിലേക്ക് ഇടുന്നു എർലിംഗ് ഹാലൻഡ്. അവിടെ തീർന്നു ബ്രസീൽ. ശരിക്കും പറഞ്ഞാൽ അവിടെ തീർന്നു ബ്രസീൽ. തിരിച്ചടിക്കാനുള്ള ശ്രമങ്ങളുമായിട്ട് പോകുന്നു ബ്രസീൽ. എന്നാൽ അതൊന്നും ഫലവത്താവുന്നില്ല. അപ്പോഴുപോലും ആ ഒരു ഗോൾ വീണതിന് ശേഷമാണ് എന്തെങ്കിലും ഒരു ഇൻറ്റൻസിറ്റി ബ്രസീലിൻ്റെ കളിയിൽ നമ്മൾ കണ്ടത്. പക്ഷെ അത് മതിയാവുമായിരുന്നില്ല. അവസാനം ഒന്ന് തട്ടിപ്പിടഞ്ഞ് എഴുന്നേറ്റിട്ട് എന്താണ്, അതിനിടക്കാണ് 90-ാമത്തെ മിനിറ്റിൽ ബ്രസീലിൻ്റെ പ്രതീക്ഷകളുടെ മേൽ, അല്ലെങ്കിൽ ബ്രസീലിൻ്റെ ശവപ്പെട്ടിയിൽ അവസാനത്തെ ആണി എന്ന പോലെ എർലിംഗ് ഹാലൻഡിൻ്റെ 2ാമത്തെ ഗോൾ പിറക്കുന്നത്. അതും ഷൂൾട്രിപ്പിൻ്റെ അസിസ്റ്റാണ്. എർലിംഗ് ഹാലൻഡ് ഒരു ഷൂട്ടിംഗ് പ്രാക്ടീസ് പോലെ അടിച്ചു കയറ്റി ബ്രസീലിൻ്റെ വലയിലേക്ക് പന്ത്. 2-0 തീർന്നു. പിന്നെ ഒന്നും ബാക്കിയുണ്ടായിരുന്നില്ല. നെയ്മർ എന്തെങ്കിലും മാജിക് കാണിക്കുമോ എന്നുള്ളത് മാത്രമായിരുന്നു ചോദ്യം. അവസാനം അനാവശ്യമായിട്ടുള്ള ചില ഒന്നും തള്ളും കാഴ്ചകളൊക്കെ കണ്ടു. പിന്നെ ആ ഒരു പെനാൽറ്റി, അത് നേച്ചുറലി ഉയർന്ന് ചാടുമ്പോൾ എൽബോ ഇങ്ങനെ വരുന്നതാണ്. അത് കാസമിറോയുടെ മുഖത്ത് കൊണ്ടു എന്ന് പറഞ്ഞുകൊണ്ട് റഫറി ഒരു പെനാൽറ്റി അവാർഡ് ചെയ്തു. ആ പെനാൽറ്റിക്ക് മുമ്പ് നെയ്മർ ജൂനിയറെ പ്രകോപിപ്പിക്കുന്ന നെയ്ലൻഡിനെ നമ്മൾ കണ്ടു. പക്ഷേ അതാൾ തെറ്റി. അത് നെയ്മർ ജൂനിയറാണ്. വളരെ സുന്ദരമായിട്ട് അദ്ദേഹം പെനാൽറ്റി എടുത്തിട്ട് അതിന് മറുപടിയും കൊടുത്തു. പക്ഷേ കളി എപ്പോഴേക്കും കഴിഞ്ഞിരുന്നു. നെയ്ലൻ്റെ കാര്യം ഒന്നുകൂടി എടുത്ത് പറയണം. ആ ഉയർന്നു പൊങ്ങി അവരുടെ വലയിലേക്ക് വീഴുമെന്ന് തോന്നിച്ചൊരു ബോളുണ്ട്. അതൊക്കെ അദ്ദേഹം സേവ് ചെയ്ത രീതി, അദ്ദേഹം കൂടിയാണ് ബ്രസീലിന് പണി കൊടുത്തത്. ഹാലൻഡിൻ്റെ 2 ഗോളുകളോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ സേവുകൾ കൂടി എടുത്ത് പറയണം. അങ്ങനെ ഒടുവിൽ നെയ്മർ ഒരു പെനാൽറ്റിയിലൊരു ഗോൾ മടക്കി എന്നതൊഴിച്ചാൽ ബ്രസീലിന് മറ്റൊന്നും ആശ്വസിക്കാനില്ല. പരിതാപകരമായൊരു പെർഫോമൻസ്. അതോടുകൂടി ചോദിച്ചു വാങ്ങിയ തോൽവിയും കൊണ്ട് ബ്രസീൽ ഇതാ മോഹങ്ങളെ കുഴിച്ചു മൂടിക്കൊണ്ട് നോർത്ത് അമേരിക്കയിൽ നിന്നും മടങ്ങുന്നു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സ് എടുത്താം.